ബലോചിസ്ഥാൻ തിളച്ചുമറിയുകയാണ് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു. പാകിസ്ഥാനെതിരെ ബലോചിസ്ഥാനിലെ സർക്കാർ ജീവനക്കാർ ഇപ്പോൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ബലോചിസ്ഥാനിൽ സംഭവിക്കുന്നത്? ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ഹൈവേകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങൾ മുതൽ നിരവധി ഘടകങ്ങൾ കാരണം ബലോചിസ്ഥാനിലുടനീളം ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ബലൂച്ച് യക്ജഹ്തി കമ്മിറ്റി നേതാവ് ഡോക്ടർ മഹ്റംഗ് ബലൂച്ച് ക്വറ്റയിലെ ഹൂഡ ജയിലിനുള്ളിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം സാധാരണ ബലൂച്ച് പൗരന്മാരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതിനു പുറമെ വ്യാഴാഴ്ച ആരംഭിച്ച അനിശ്ചിതകാല പണിമുടക്ക് തുടരുകയാണെന്ന് സർക്കാർ ജീവനക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബലൂചിസ്ഥാനിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ധാതുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് നേരെ BLA ആക്രമണം നടത്തുന്നുണ്ടെന്ന് ഇവിടെ ഊന്നി പറയേണ്ടതുണ്ട്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ സാധാരണ സിവിലിയൻ വാഹനങ്ങൾ, ആംബുലൻസുകൾ, റേഷൻ മുതലായവ കൊണ്ടുപോകുന്നവ എന്നിവ സാധാരണഗതിയിൽ ഓടാൻ അനുവദിച്ചിരിക്കുന്നു. ഈ ആക്രമണങ്ങളിൽ ധാതുക്കൾ കൊണ്ടുപോകുന്ന ഡസൺ കണക്കിന് വാഹനങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അവയിൽ പലതും കത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ബലൂചിസ്ഥാൻ എംപ്ലോയീസ് ഗ്രാൻഡ് അലയൻസ് ബലൂചിസ്ഥാനിലുടനീളമുള്ള സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റു പൊതുമേഖലാ വകുപ്പുകൾ എന്നിവ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചു. ക്വറ്റയിലെ ബലൂചിസ്ഥാൻ അസംബ്ലിയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതിന് ഒരു ദിവസത്തിന് ശേഷമാണ് വ്യാഴാഴ്ച പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിനിടെ 7% ശമ്പള വർധനവ് പ്രഖ്യാപിച്ച പ്രവിശ്യ ബജറ്റിനെതിരെ പ്രതിഷേധിച്ച് സർക്കാർ ജീവനക്കാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചിരുന്നു. 35% അസമത്വ റിഡക്ഷൻ അലവൻസും മുമ്പ് വാഗ്ദാനം ചെയ്ത 25% ശമ്പള വർധനവും ആവശ്യപ്പെട്ട് സഖ്യം വർധന നിരസിച്ചു. ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധ സമരം തുടരും എന്നാണ് അവർ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.